കുനുകുനാന്നരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ചെറുതാക്കി നുറുക്കിയ 2 സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ കുഴഞ്ഞു പോവൊന്നും വേണ്ട. വളരെ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടവർ ഒഴിച്ചാൽ മതി, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തീയൊക്കെ ഓഫാക്കിയ ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചെറുതാക്കി നോക്കിയിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയതും കൂടി ഇതിലോട്ട് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സമൂസ ഷീറ്റിൽ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. എഗ് സമൂസ ഉണ്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു മസാലയിലുള്ള ഈ ഒരു എഗ് സമൂസ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സമൂസ ഷീറ്റ് ശരിക്കും പോലെ ഒന്നും അങ്ങനെ എന്താ പറയുക ഫോൾഡ് ചെയ്തെടുക്കാൻ അറിയില്ല. ഏകദേശം ഞാനിതാ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സംഭവം ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ ബീറ്റാ.